اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നമ്മൾ ഇന്നലെ പറഞ്ഞ 26ാമത്തെ ഹിക്മത്തിന്റെ ഒരു ബാക്കി ഒന്നോണാണ് 27ാമത്തെ ഹിക്മത്ത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. മഹാൻ പറയാണ്, മൻ അഷ്റഖത്ത് ബിദായത്തുഹു അഷ്റഖത്ത് നിഹായത്തുഹു. മൻ ഒരാള്, അഷ്റഖത്ത് അവൻ പ്രകാശിപ്പിച്ചു, ബിദായത്തുഹു അവന്റെ ബിദായത്ത് എന്ന് പറഞ്ഞാൽ സാലിക്കായ ഒരു വ്യക്തി അള്ളാഹുവിലേക്കുള്ള പ്രയാണ വഴിയിൽ പ്രവേശിക്കുന്ന സാലിക്കുണ്ടല്ലോ, ആ സാലിക്കിന്റെ തുടക്കം, ആ തുടക്കം പ്രകാശിതമായാൽ അഷ്റഖത്ത് നിഹായത്തുഹു, അവൻ അതിന്റെ നിഹായത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അന്തിമവും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അപ്പോ തുടക്കം പ്രകാശിതമായാൽ ഒടുക്കവും എന്ത് ചെയ്യും, പ്രകാശിതമാവും എന്ന വലിയൊരു സന്ദേശമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഒരു സാലിക്കായ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അവൻ എത്തുന്ന ഒരു പടിക്കാണ് മുജാഹദ എന്ന് പറയും. അത് അത്യാധ്വാനത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ വഴിയാണ്. മുജാഹദയിലൂടെ മാത്രമേ ഒരാൾക്ക് മുഷാഹദയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എത്താൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഷുർനൂബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാള് സുലൂക്കിന്റെ ആദ്യഘട്ടത്തില് ബി അൻവാഇ ത്വാഅത്തി വ മുലാസമത്തിൽ ഔറാദി, അവനക്ക് അവന്റെ ഗുരു നൽകുന്ന, അവന്റെ ഷെയ്ഖ് നൽകുന്ന ഔറാദുകൾ ഉണ്ടല്ലോ, അത് നിരന്തരമായി ചെല്ലുകയും അള്ളാഹുവിലേക്കുള്ള വഴിപ്പെടലുണ്ടല്ലോ അതിലേക്ക് നിരന്തരമായി ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ അതിന്റെ ഒരു നതീജ എന്നോണം, അതിന്റെ ഒരു പ്രതിഫലം എന്നോണം അഷ്റഖത്ത് നിഹായതുഹു ബി ഇഫാലത്തിൽ അൻവാരി വൽ മആരിഫ്, അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളും അള്ളാഹുവിന്റെ അൻവാറുകളും എന്ത് ചെയ്യും, അള്ളാഹു താല അവന്റെ ഹൃദയത്തിലേക്ക് ചൊരിച്ചു കൊടുക്കും. അപ്പൊ നിഹായത്തിൽ അള്ളാഹുവിന്റെ മഅരിഫത്തും അള്ളാഹുവിന്റെ അൻവാറുകളും അവനക്ക് കിട്ടണമെങ്കിൽ എന്തു വേണം? ഒരു സാലിക്കായ വ്യക്തി നല്ലോണം അത്യാധ്വാനം തന്നെ ചെയ്യണം. അള്ളാഹു താല തന്നെ പറയുന്നുണ്ട്, വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. വല്ലദീന ജാഹദൂ ഫീന, നമ്മളിൽ അത്യാധ്വാനം ചെയ്ത ആൾക്കാർ, നമ്മൾക്ക് അള്ളാഹു താലാനെ കിട്ടണം എന്ന ഉറച്ച വിശ്വാസത്തോടെ അത്യാധ്വാനം ചെയ്ത ആളുകൾക്ക് ലനഹ്ദിയന്നഹും സുബുലന, അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞ ഇതിന്റെ ആശയമല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾക്ക് അൽ ബഹറുൽ മദീദ് എന്ന് പറയുന്ന ഒരു തഫ്സീറിന്റെ ഗ്രന്ഥമുണ്ട്. അതിൽ വിശാലമായിട്ട് പറയുന്നുണ്ട്, ഒരാള് സാലിക്കാകാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ അവന്റെ നിയ്യത്ത് എന്റെ റബ്ബിനെ കിട്ടണം എന്നാണ് അവന്റെ നിയ്യത്തെങ്കിൽ അതിലൂടെ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്നെ ഞാൻ അവനക്ക് നൽകും. കാരണം അവന്റെ ലക്ഷ്യം എന്താണ്, ഞാനാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആശയത്തിന്, ആ ഒരു ആയത്തിന് തഫ്സീറായിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോ സാലിക്കായ ഒരു വ്യക്തിയുടെ ലക്ഷ്യം അള്ളാഹു ആയിരിക്കണം. വേറെ അവന്റെ മനസ്സിൽ വേറൊന്നും പാടില്ല. അവന്റെ റിയാദോ കൊണ്ടോ മുറാക്കബ കൊണ്ടോ മറ്റു ഔറാദുകളെ കൊണ്ടൊക്കെ ഞാൻ വലിയ മർത്തബയിലേക്ക് എത്തും, നുജബാഇന്റെയും നുഖബാഇന്റെയും അബ്ദാലിന്റെയും മൗതാദിന്റെയും അഖ്താബിന്റെ ഒക്കെ മർത്തബ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നതവൻ ചിന്തിക്കാനേ പാടില്ല. ഓന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹുവിനെ ലഭിക്കുക എന്നുള്ളതായിരിക്കും. അള്ളാഹു ഓന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അവനക്ക് ഉണ്ടായിരിക്കണം. ഒരു ചെറിയൊരു തങ്ങളെ കിതാബിലുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങളുടെ ഇഖാദുൽ ഹിമം എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖബർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിസ്റിലാണ്. മിസ്റിലാണ്.
അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ പേരാണ് അബ്ദുല്ലാഹിൽ മശീഷ് എന്ന് പറയുന്ന വലിയ മഹാനാണ്. ആര്? അബുൽ ഹസൻ ഷാദുലി. അബുൽ ഹസൻ ഷാദുലി എന്ന് പറഞ്ഞാല് ഇന്ന് ലോകത്ത് ഷാദുലി തുരീക്കത്ത്, പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു തുരീക്കത്താണ് ഷാദുലി തുരീക്കത്ത്. ഉമർ ഹഫീദ് തങ്ങളെ പോലെയുള്ള, ഹബീബ് ജിഫിരി തങ്ങളെ പോലെയുള്ള വലിയ ഉന്നതരായ ആളുകൾ കൊണ്ടു നടക്കുന്ന, ബഹുമാനപ്പെട്ട അത്തിബ് ഉസ്താദിനെ പോലെയുള്ള പിന്നെ അബ്ദുള്ള ഈസ തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരാകുന്ന ആളുകൾ പിന്തുടർന്നു പോരുന്ന തുരീക്കത്താണ് ഷാദുലി തുരീക്കത്ത്. ആ ഷാദുലി തുരീക്കത്തിന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി. ഒരു കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു. അക്താബുൽ അർബ ഉണ്ട്, അക്താബുൽ ഹംസ ഉണ്ട്, അതുപോലെ അക്താബു സിത്ത് ഉണ്ട്. ഈ അക്താബുൽ ഹംസയിൽപ്പെട്ട ലോകത്ത് 5 കുത്തുബീങ്ങൾ എടുത്താൽ അതിലൊരു കുത്തുബാരേക്കാരം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളേക്കാരം. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുരീദന്മാരും പിന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു ജലസ കെട്ടി അവിടെ ഇരിക്കുകയാണ്. ഓലെ ലക്ഷ്യം എന്താണ്? ഇൻഷാ അള്ളാഹ് ഈ വെള്ളിയാഴ്ച ചിലപ്പോൾ എനിക്ക് ഫത്ഹ് കിട്ടും, അല്ലെങ്കിൽ ഈ മാസത്തോടു കൂടെ ഞാൻ ഫത്ഹാവും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന്റെ കൽബ് കൊണ്ട് തുറന്നിട്ട് അള്ളാഹുവിനെ ദർശിക്കുന്ന ആ മുഷാഹദയുടെയും തജല്ലിയാത്തിന്റെയും മക്കാമാണ്. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ കിടക്കണം. ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഫത്ഹ് ഒരുപാട് ഫത്ഹുകളുണ്ട്. അപ്പോ ഫത്ഹ് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങള് അദ്ദേഹത്തിന്റെ മുരീദന്മാരോടുകൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ജൽസ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പിന്നെ ഔറാദുകളിലൂടെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്യം ഫത്ഹ് കിട്ടാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളോട് പറയാണ്, ഇന്ന് ഫത്ഹ് കിട്ടും, നാളെ ഫത്ഹ് കിട്ടും, മറ്റന്നാ ഫത്ഹ് കിട്ടും, വെള്ളിയാഴ്ച കിട്ടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓൽക്കൊന്നും കിട്ടൂല, ഓൽക്കൊന്നും കിട്ടൂല. മനസ്സിലാണ്ടോ? അത് പറഞ്ഞിട്ട് മൂപ്പരൻ പോയി. അത് പറഞ്ഞിട്ട് അപ്പൊ അബുൽ ഹസൻ ഷാദുലി ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഫത്ഹിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നമ്മളെ ലക്ഷ്യം എന്താണ്? അള്ളാനെ കിട്ടലാണ്. നമ്മളെ ലക്ഷ്യം അള്ളാനെ കിട്ടലാണ്. ഫത്ഹ് ഓൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും, ഇപ്പോ പിന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരിൽ ഉമർ തങ്ങളില്ല, ഉണ്ടോ? തുടക്കത്തിലില്ല. സിദ്ദീഖ് തങ്ങള്, അലിയാർ തങ്ങള്, അമ്മാർ തങ്ങള്, യാസിർ തങ്ങള്, സുഹൈബ് തങ്ങള്, ബിലാൽ തങ്ങള്, അവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ. വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താണ്? ഇനിയൊരു പ്രവാചകൻ വരാൻ പോവുകയാണെങ്കിൽ അത് ഉമറൈക്കാരെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ ഒരു കാലത്തിന്റെ പരിധിയല്ല ഒരാളുടെ ദർജയെ നിശ്ചയിക്കുന്നത്, മഹബ്ബത്തിന്റെയും അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിന്റെയും പരിധിയാണ്. അല്ലെ? വല്ലാഹു യജ്തബി ഇലൈഹി മയ്യശാ. അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ആളുകൾ അവനിലേക്ക് എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. അല്ലെ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്ന സമയത്ത് എത്രയോ സഹാബികൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് മുസ്ലിമായ ആൾക്കാരുണ്ട്. മാത്രല്ല ഉമർ അള്ളാന്റെ ചരിത്രം മറ്റുള്ളവരെ പോലെയല്ല. നമ്മളൊക്കെ പഴയ കാലത്ത് നമ്മള് കുട്ടികൾ കരയുമ്പോ പിന്നെ എന്താണ് ബോത്താച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കൂത്തുന്ന ബോത്താമ്പിയോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ പേടിപ്പിച്ചൂലേ? അതേമാതിരി അറബി പെണ്ണുങ്ങൾ പേടിപ്പിച്ചിരുന്നു തരം കുട്ടികൾ കരയുമ്പോ ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പര ഒരു ഇതൊന്നും ആലോചിച്ചേക്കാണ് നിങ്ങള്. അപ്പൊ അത്ര പോക്കിരിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ എത്തി? അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല കൊടുത്തു. ഞാൻ അതിലും വലിയ തൗഫീഖ് വേറെ കിട്ടാണ്ടോ? റസൂലുള്ളാന്റെ ചാരത്ത് കിടക്കാനുള്ള തൗഫീഖ് ഒരു മനുഷ്യന് ലഭിക്കാന്നാണ് എന്താ അതിൻ്റെ? അപ്പൊ നമ്മള് ഇപ്പൊ നമ്മക്കൊക്കെ ഉണ്ട്, ഞാനിപ്പോ എനിക്ക് വൈകിട്ടുണ്ട്, നന്നാകലൊക്കെ ഞാൻ വൈകിട്ടുണ്ട്. ഞാൻ കുറെ മുമ്പ് ചിന്തിക്കേണ്ടായിരുന്നു. വൈകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആരും കരുതാൻ പാടില്ല. നമ്മൾ ഇന്നലകളിലേക്കും നാളത്തേക്കും ഒരു മുഹിബിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഹിബ് എന്ന് പറഞ്ഞാല് നാളെയില്ല ഇന്നലെയില്ല, ഇന്നാണ്. നാളെയില്ല ഓനക്ക്, ഇന്നലെയില്ല ഓന് ഇന്ന്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചിന്തയാണ് ശരിക്കും ഒരു സാലിക്കായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പൊ നമ്മൾ നല്ലോണം അധ്വാനിക്കുക. ഇപ്പൊ നമുക്ക് അധ്വാനിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മരിക്കണം എന്നൊരു ഓർമ്മ വന്നിട്ടുണ്ട്. അള്ളാനെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിശ്രമിക്കാം. കാരണം നമ്മൾ ചിലപ്പോ ഇപ്പത്തെ ഒരു ഉദാഹരണം പറയണം, 50 വയസ്സുള്ള ഒരാള് ഈ 50 കൊല്ലമോ ചെയ്ത അമലുകളുണ്ടല്ലോ,
ആ അമലുകളേക്കാൾ വലിയ പദവി കൊടുക്കും ചിലപ്പോ ഒരു മണിക്കൂറിന്റെ ഇപ്പത്തെ അമലിന്. ഒരു മണിക്കൂറിന്റെ ഇപ്പത്തെ അമലിന്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, അള്ളാഹുവിനെ പ്രണയിച്ച ഒരു സെക്കൻഡ്, ഒരു അവന്റെ രോമങ്ങളൊക്കെ എടുത്ത് പിടിച്ചിട്ട് ആ ഒരു പ്രണയാർദ്രമായ ഒരു സെക്കൻഡ് ഉണ്ട്. ആ സെക്കൻഡിലേക്ക് മനുഷ്യന്മാരും ജിന്നുകളും ചെയ്ത അമലിനേക്കാളും വലിയ അമല് കൂലി അള്ളാഹു തആല കൊടുക്കും. അപ്പൊ നിരാശ എന്ന് പറഞ്ഞ സാധനം ഒരു സാലിക്കിന് പാടില്ല. ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ ഇപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നുണ്ട്, അള്ളാഹിനെ അറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ കുതിരത്തുകൾ ഞാൻ പലതിലും കാണുന്നുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നന്നാകണം, ഇന്നലകൾ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന വിശ്വാസത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? വിജയിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവണം. കാരണം ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു തആല ഖരീബും മിനൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളോട് ഏറ്റവും അടുത്തവനാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിനെ ഇങ്ങനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിക്കാണ് മുഹ്സിൻ എന്ന് പറയാം. അള്ളാഹനെ കാണുന്നില്ല, കണ്ണ് തുറന്ന് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെ ഇബാദത്തുകളൊക്കെ എന്താണ്? അള്ളാഹനെ കാണുന്നത് പോലെയാണ്. അപ്പൊ അള്ളാഹു താല അവരെ കുറിച്ച് പറയാണ്, ഇന്നല്ലാഹ ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹു താല മുഹ്സിനീങ്ങളോട് വല്ലാതെ അടുത്തിട്ടാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു താല മുഹ്സിനീങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നമ്മളുടെ പ്രവേശന വഴിയിലെ തുടക്കം, ആധ്യാത്മിക വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ തുടക്കം ഉണ്ടല്ലോ, ആ തുടക്കം നമ്മൾ എന്ത് ചെയ്യുക? പ്രകാശിതമാക്കിയാൽ, ഇബാദത്തുകൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട്, പരിശുദ്ധമായ ഖുർആൻ ഓത്തുകൊണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഖുർആൻ ഓത്ത് ആരും ശ്രദ്ധിക്കലില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്ത് ഖുർആനാണ്. റസൂലുള്ളാന്റെ മോജിസത്ത് ഏറ്റവും വലുത് ഖുർആനാന്ന് പറയുമ്പോൾ ആ ഖുർആൻ എന്തേക്കാരം? ആ ഖുർആൻ മുഴുവൻ അള്ളാന്റെ റസൂലാണ്. അത് വേറെ വിഷയം. ഖുർആൻ മൊത്തം ശരിക്കും എന്താണ്? അള്ളാന്റെ റസൂലാണ്, വേറൊന്നും അതിൽ പറയണില്ല. അത് അതിന്റെ ആന്തരികമായ വശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്താണ് അതൊന്ന് മനസ്സിലാകുക. അപ്പൊ ആ സാധനം നമ്മളെ കൂടെ ഉണ്ടാകുക, അതോടുകൂടെ തന്നെ നമുക്ക് അള്ളാനെ പറഞ്ഞെന്ന, അള്ളാനെ മനസ്സിലാക്കി തന്ന, അള്ളാഹ് ആരാന്ന് ലോകത്തിന് അറിയിച്ചു തന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തും ഒരാളെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലോണം സ്വലാത്ത് ഇല്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നല്ലോണം ഓതുക. മശായിഖന്മാര് തന്ന ഔറാദുകൾ അതിന്റെ ശുറൂത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഒരാൾ ചെയ്താൽ തന്നെ അള്ളാഹു താല ഓരോ ഉന്നതമായ ദറജയിലേക്ക് എത്തിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി കുറെ കാലം ചെല്ലിയിട്ടും റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടില്ല വിചാരിക്കാം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ എത്ര ഇപ്പോ ആ യൂട്യൂബിൽ നിന്ന് ഞാൻ കേട്ട് 100 ചെല്ലിയ കാണുന്നുള്ളത്, ഇത് 500 ചെല്ലിയ കാണുന്നത് ഞാൻ കുറഞ്ഞു, എന്നിട്ടും ഞാൻ കാണുന്നില്ല. അതിനൊരു സമയമുണ്ട്. നമ്മൾ മോശക്കാരാന്ന് വിചാരിക്കരുത്. നമ്മളൊക്കെ അള്ളാഹു താല ഏറ്റെടുത്ത ആൾക്കാരാന്നുണ്ടെങ്കിൽ ഒരു റജാ നമുക്ക് വേണം, പ്രതീക്ഷ വേണം. ചിലപ്പോ കാണിച്ചു തരുമ്പോ ശരിക്കും ലാഹിറാക്കിയിട്ട് അള്ളാഹു താല എന്ത് ചെയ്യാൻ ചെയ്യാം? കാണിച്ചു തരിക ചെയ്യാം. ലാഹിറാക്കിയിട്ട് എന്ത് ചെയ്യുക? അള്ളാഹു താല കാണിച്ചു തരിക ചെയ്യാം. മനസ്സിലാണോ? ചിലപ്പോ ആദ്യം തന്നെ 10ാം വയസ്സിൽ റസൂലുള്ളാഹിനെ കണ്ട ആളേക്കായും ചിലപ്പോൾ ഉന്നതിയിലുണ്ടാവും, ചിലപ്പോൾ 50ാം വയസ്സിൽ റസൂലുള്ളാഹിനെ കണ്ട. ഇതൊക്കെ അള്ളാഹു താലാന്റെ ചില തീരുമാനങ്ങളാണ്. ഓരോ മനുഷ്യന്റെ ഹിമ്മത്തുകൾക്കനുസരിച്ച് അള്ളാഹു താലയാണ് ഓരോ തജല്ലിയാത്തുകൾ പുറത്തുവിടുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക? നന്നായിട്ട് അധ്വാനിക്കുക. അധ്വാനിച്ചിട്ട് ഒരു കുറവ് വരാൻ പാടില്ല. അധ്വാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കുറവും വരാൻ പാടില്ല. അപ്പൊ ഒന്നും കൂടിയും പറയാ, മൻ ഒരാള് അഷ്റഖത്ത് ബിദായത്തുഹു, ഓനോന്റെ തുടക്കം പ്രകാശിപ്പിച്ചു, എങ്കിൽ അഷ്റഖത്ത് നിഹായത്തുഹു, ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓന്റെ ഒടുക്കവും എന്ത് ചെയ്തിട്ട് പ്രകാശിപ്പിച്ചു. തുടക്കം പ്രകാശിതമായാൽ അവന്റെ ഒടുക്കവും എന്ത് ചെയ്യും? പ്രകാശിതമാകും. അതിലെന്തില്ല? യാതൊരു സംശയമല്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾക്ക് ഐനുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തില് സാലിക്കായ ആള് 4 തരത്തിലുള്ള സാലിക്കുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ. ഒന്നാമത്തെ സാലിക്ക് യസുലുക്കു, ഓൻ പ്രവേശിക്കുന്നത് ബി റബ്ബിഹി, ഓന്റെ റബ്ബിനെ കൊണ്ടാണ് പ്രവേശിക്കുന്നത്. രണ്ടാമത്തത് യസുലുക്കു ബി നഫ്സിഹി, ഓന്റെ നഫ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓൻ അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്നാമത്തത് യസുലുക്കു ബിൽ മജ്മുഇ, മജ്മു കൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്നത്. 4ാമത്തെ ആള് പേരിന് സാലിക്കാണ്, എന്നാ ഓൻ ആരായിട്ടില്ല? സാലിക്ക് ആയിട്ടില്ല.
പേരിന് ഓൻ എന്ത് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർ ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെട്ടിയും തൂക്കിയിട്ടാണ് പോകും. അതൊക്കെ നല്ലത് തന്നെയാണ്. മുസാഫിർ ആകുക, സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ അങ്ങനെ ഇഷ്ടം പോലെ സാഹിദീങ്ങളായിട്ട് എന്ത് ചെയ്തിട്ട് മുസാഫിറായി നടന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കിട്ടണം എന്നുള്ളതായിരിക്കണം പോലെ ലക്ഷ്യം. അല്ലാതെ എന്താകാൻ പാടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി കുറെ ആൾക്കാരുണ്ടാവും പെട്ടിയും പൊക്കനൊക്കെ എടുത്ത് വന്നോല്. പിന്നെ ഓലോട് വർത്താനം പറഞ്ഞ്, പിന്നെ അവിടെ മക്കബറിൽ വരുന്ന ആൾക്കാരെ റീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ആ മക്കബറന്റെ അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ കുറെ നോക്കി നിന്ന് ആരെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് പോയി ഹോട്ടലിൽ പോയി തിന്ന. അവരൊന്നും എന്താവൂല, അതിലൊന്നും ഫത്ഹ് ഉണ്ടാവൂല. സ്വാലിഹീങ്ങളെടുത്തുള്ള സഹവാസം അതൊക്കെ നല്ല തന്നെയാണ്. സ്വാലിഹീങ്ങളുള്ള സഹവാസം കൊണ്ടല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല. അതൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷെ അവിടെ പോയി നമ്മളിങ്ങനെ ഇരുന്ന് സൊറ പറയാ, അല്ലെങ്കിൽ ആരാന്റെ കുറ്റം പറയാ, അല്ലെങ്കിൽ ഞാൻ ഒരു 10-15 മോതിരൊക്കെ ഇട്ടിട്ട് ഞാൻ വലിയ തരക്കേടില്ല എന്ന് വിചാരിക്കുക, അതുകൊണ്ട് ഇവിടുക്കും എത്തൂല. അതുകൊണ്ട് ഇവിടുക്കും എത്തൂല. മനസ്സിലാവുണ്ടോ? എന്നാലോ സ്വാലിഹീങ്ങളെ മാത്രം സ്വാലിഹീങ്ങൾ ഇന്നൊന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒഴിവാക്കി ആരിഫീങ്ങളാകുന്ന ആൾക്കാരെ എടുത്തു പോയിട്ട് വലിയ മറാത്തിബിലേക്ക് എത്തിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അജ്മീറിലേക്കൊക്കെ പോയിട്ട് വലിയ മറാത്തിബിലേക്ക് എത്തി വലിയ വലിയ മഹാന്മാരാകുന്ന ആൾക്കാരുണ്ട്. ഓലൊക്കെ വലിയ വലിയ മക്കാമൊക്കെ എത്തിയിട്ടുണ്ട്. ഓല എന്താണ്? ഓല ബിദായത്ത് നല്ലതാണ്. തുടക്കം ലക്ഷ്യം അള്ളാഹുവാണ്. ലക്ഷ്യം തുടക്കം തന്നെ ഓല ലക്ഷ്യം എന്താണ്? അള്ളാഹിനെ കിട്ടണം എന്നുള്ള നിലക്കാണ്. അല്ലാതെ ഞാൻ ഒരു വലിയ ആരിഫായി എന്റെ നാട്ടിലിന്റെ ആൾക്കാരൊക്കെ വന്ന് എന്റെ കാലും കജ്ജും മുത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണെങ്കിൽ ഓനെ എവിടേക്ക് എത്തൂല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും നമ്മളെ നോക്കിയില്ലെങ്കിലും ആരും നമ്മളെ നോക്കണ്ട, ആരും പരിഗണിക്കണ്ട. അള്ളാഹു താലാന്റെ പരിഗണനയാണ് നമുക്ക് ആവശ്യം. അള്ളാഹു താല നമ്മളെ പരിഗണിച്ചാൽ ലോകത്തുള്ള എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മേഖലയിലേക്ക് എത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ മുജാഹദയാണ് ആദ്യം വേണ്ടത്. നന്നായി അധ്വാനിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരാൾക്ക് മുഷാഹദയിലേക്ക് എത്താൻ കഴിയും. അപ്പൊ തുടക്കം എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ നിഹായത്തിലും അവന്റെ കൂടെ എന്തുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. ഐനമാ കുന്തും എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ ഐനുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. ഒരു കറ്റക്കാര്യം കൂടി, ഒരു ചരിത്രം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, ദുന്നൂനുൽ മിസ്രി. അപ്പൊ ദുന്നൂനുൽ മിസ്രിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന മഹാൻ. ബിസ്താം എന്ന് പറയുന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് അബൂ യസീദ് ബിസ്താമി എന്ന് പറയുന്നത്. അപ്പൊ ദുന്നൂനുൽ മിസ്രി അദ്ദേഹത്തിന്റെ മുരീദന്മാരോട് പറഞ്ഞു, അബൂ യസീദ് അൽ ബിസ്താമി എന്നാൽ ഇന്ന ബിസ്താം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതുകൊണ്ട് മൂപ്പരടുത്തേക്ക് പോയിട്ട് എന്റെ അന്വേഷണം പറയണം, എന്താ മൂപ്പര ഹാലെന്നൊക്കെ ഒന്ന് തിരക്കി പോകാൻ എന്റെ സുഹൃത്താണ്. അങ്ങനെ ദുന്നൂനുൽ മിസ്രിയുടെ മുരീദന്മാർ എന്ത് ചെയ്തു? അബൂ യസീദ് ബിസ്താമിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ബിസ്താമി എന്ന് പറയുന്ന നാട്ടിലെത്തിയപ്പോ ആൾക്കാരോട് ചോദിച്ചു, ഈ അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറഞ്ഞ ആളെ വീട് കണ്ടുപോണോ ചോദിച്ചു. അപ്പോ ഒരു വീട് കാണിച്ചു. അവിടെ ആ വീടിന്റെ മുമ്പിൽ നിൽക്കണില്ലേ, അയാൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആള് പറഞ്ഞു. ദുന്നൂനുൽ മിസ്രി പറഞ്ഞിരുന്നു, വലിയ മഹാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു ആരോട്? മുരീദന്മാരോട്. ഞാൻ ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, സലാം മടക്കി. നിങ്ങൾ അബൂ യസീദ് അല്ലേ ചോദിച്ചു. നിങ്ങള് അബൂ യസീദ് അല്ലേ? അത് മൂപ്പരെടുത്തേക്ക് തന്നെ. മൻ അബൂ യസീദ്? ആരാണ് അബൂ യസീദ്? അയിന അബൂ യസീദ്? അബൂ യസീദ് എവിടെയാണ്? അയിന അനഫി തൊലബി അബൂ യസീദ്, ഞാൻ അബൂ യസീദിനെ അന്വേഷിക്കുകയാണ്. ആരോടാ പോയി ചോദിക്കണത്? അബൂ യസീദ് ബിസ്താമി തന്നെയാണ് ഈ പറയണത്. ആരാണ് അബൂ യസീദ്? എവിടെയാണ് അബൂ യസീദ്? ഞാൻ അബൂ യസീദിനെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അപ്പൊ ഈ മുരീദന്മാർക്ക് ഡീറോ ഒരു പറഞ്ഞു, ഇയാള് മജ്നൂനാണ്, ഭ്രാന്തനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നേരെ ചെന്നിട്ട് ദുന്നൂനുൽ മിസ്രിനോട് പറഞ്ഞു, ഞങ്ങൾ അബൂ യസീദിനെ കണ്ടു, പക്ഷെ മൂപ്പര് 3 പറച്ചിലാ പറഞ്ഞത്. ആരാണ് അബൂ യസീദ്? എവിടെയാണ് അബൂ യസീദ്? ഞാനും അബൂ യസീദിനെ അന്വേഷിക്കാന്ന് മൂപ്പര് പറഞ്ഞതാണ്. മൂപ്പരൊരു ഭ്രാന്തനാ തോന്നുന്നു. അതോടുകൂടെ ദുന്നൂനുൽ മിസ്രി അങ്ങോട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദഹബ ദാഹിബൂന ഫില്ലാഹ്, മൂപ്പരൊക്കെ അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്തിട്ടുണ്ട്. ഇവിടൊന്നും മൂപ്പര് സ്വയം മറന്നിട്ട് അള്ളാഹുവിലങ്ങ് ലയിച്ചിട്ടേ എല്ലാം മറന്നിട്ടില്ല. ആ ഒരു മജ്ദൂബിന്റെ ഏറ്റവും ഉന്നതമായ മറാത്തിബിലേക്ക് എത്തിക്കണ്. ഏറ്റവും ഉന്നതമായ മർത്തബയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മൂപ്പര് എത്തിയിട്ടുണ്ട്. മനസ്സിലാണ്ടോ? സ്വയം മറന്ന് വെറും അള്ളാഹുവിനെ മാത്രം കാണുന്ന ഏറ്റവും ജമ്മുൽ ജമ്മിന്റെ അവസ്ഥയിലാണ് ഇപ്പൊ ആരുള്ളത്? ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി ഉള്ളത്. പക്ഷെ കേട്ട ആൾക്കാരൊക്കെ അത് ഭ്രാന്തായിട്ടാ തോന്നിയത്.
കേട്ട ആൾക്കാർക്ക് അത് ഭ്രാന്തായിട്ടാ തോന്നിയത്. പക്ഷെ തിരിയുന്ന ആള് പറഞ്ഞു എന്ത്, മൂപ്പരൊക്കെ അള്ളാഹുലേക്ക് എന്നോ പ്രയാണം നടത്തിയിട്ടുണ്ട്, ഞാനൊക്കെ എത്ര കുറവാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ദുന്നൂലുൽ മിസ്രി കരഞ്ഞു എന്ന് നമ്മൾ അല്ലഫിന്റെ ഷറഹിൽ കാണാൻ കഴിയും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഉന്മാദത്തിന്റെ അവസ്ഥ ഉണ്ട്, ഭയങ്കര ലഹരി ആയിരിക്കും. എത്ര നിസ്കരിച്ചാലും മതിയാവൂല, എത്ര ദിക്റില്ലാലും മതിയാവൂല, ആരോടും മുണ്ടാൻ തോന്നൂല, എപ്പോഴും അള്ളാഹുവിനോട് ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്ന ഒരു പ്രത്യേക ലഹരിയുടെ ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി നമ്മൾ ക്ഷണിക്കുന്നത്. അല്ലാഹു തആല അത് പൂർണ്ണമായി അനുധാവനം ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.